സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്ന ഗവർണറുടെ പരാമർശം വൻ വിവാദത്തിൽ. ഏതെങ്കിലും മതവുമായി കാര്യങ്ങൾ പഠിപ്പിക്കാനായി സ്കൂളുകൾ ആരംഭിക്കാൻ പദ്ധതിയില്ലെന്നും നവോത്ഥാന കേരളത്തെ തകിടം മറിക്കാൻ ഒരു ശക്തിയും ശ്രമിക്കരുതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. RSSന്റെ പ്രചാരകൻ ആയി നമ്മുടെ ഗവർണർ മാറേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്തായാലും അത്തരത്തിലൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അത് നവോത്ഥാന കേരളം അംഗീകരിക്കുന്ന ഒരു കാര്യം അല്ല. ഇതൊക്കെ ചില ഒളിച്ചു കടത്തലുകൾ സ്വാഭാവികമായും പലരുടെയൊക്കെ ആഗ്രഹമായിരിക്കാം. അതുകൊണ്ട് നവോത്ഥാന കേരളത്തെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ശക്തിയുക്തം കേരളീയ സമൂഹം നേരിടേണ്ടതുണ്ട്. ഇതിൽ കേരളം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കും കുഴപ്പത്തിലേക്കുമായിരിക്കും ചെന്നു പോവുക. RSSന്റെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിലായിരുന്നു ഗവർണറുടെ വിവാദ പരാമർശം. ആർലേക്കറുടെ പ്രസംഗത്തിലെ ആ ഭാഗങ്ങൾ കൂടി ഒന്ന് കേട്ടുവരാം. We must have one Goshala. All the cattle which is moving around the streets are to be brought. That is our prime duty. We must have one Goshala. There will be many people to donate for this Goshala. One more thing we have to do. We must have one educational institution. Educational institution is must. Who will otherwise give the teachings and preachings of our Sanatana Dharma to our next generation? വിവരങ്ങളുമായി ദേവൻ MP നമുക്കൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ദേവൻ, സനാതനധർമ്മം പഠിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾ വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, ഗോശാലകൾ വേണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾക്ക് വേണ്ടി അതും ദേവസ്വങ്ങൾ സ്ഥാപിക്കണം. ഗവർണർ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ബിനിൽ, ഇന്നലെ കണ്ണൂർ തളിപ്പറമ്പ് ഒരു രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിനിടെയാണ് ഗവർണർ ഇത്തരമൊരു പരാമർശം നടത്തിയത്. സനാതനധർമ്മം പഠിപ്പിക്കുന്നതിനായി ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിർബന്ധമായും കേരളത്തിൽ സ്കൂളുകൾ ആരംഭിക്കണമെന്നും ഒപ്പം തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾക്കായി ഗോശാലകളും ആശുപത്രികളും സ്ഥാപിക്കണമെന്നായിരുന്നു ഗവർണറുടെ ഒരു വിവാദമായിട്ടുള്ള ഒരു പരാമർശം. അതിനെതിരെയാണ് ഇപ്പോൾ കൃഷിമന്ത്രി പി പ്രസാദ് ഒരു പ്രസ്താവന ഇറക്കിയത്. അതായത് RSSന്റെ പ്രചാരകനായി ഗവർണർ മാറേണ്ട കാര്യമുണ്ടോ എന്നാണ് പി പ്രസാദ് ചോദിക്കുന്നത്. സ്വാഭാവികമായും RSSന്റേതായിട്ടുള്ള ഒരാളാണ് നിലവിലെ കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര അർലേക്കർ. എന്നാൽ ഒരു ഗവർണർ പദവി വഹിക്കുന്ന ഒരാൾ RSSന്റെ പ്രചാരകനായി മാറേണ്ട കാര്യമുണ്ടോ എന്നതാണ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഗവർണർ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു പദ്ധതി ഒരു കാലഘട്ടത്തിലും വിഭാവനം ചെയ്തിട്ടില്ല എന്നും ഇനിയും അത്തരം കാര്യങ്ങളിൽ ആ ഒരു നിലപാട് തന്നെ ആയിരിക്കും സർക്കാരിന്റെ എന്നുള്ളൊരു കാര്യം കൂടി പി പ്രസാദ് പറഞ്ഞു വെക്കുന്നു. ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാനായി സ്കൂളുകൾ തുറക്കാനായി സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അത് ഏത് മതത്തിൽപ്പെട്ടാണെങ്കിലും അത് തന്നെ ആയിരിക്കും സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ഈ നവോത്ഥാന ആശയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ശക്തിയാണ്. ഒപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അടക്കമുള്ള നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്ന നവോത്ഥാന മൂല്യങ്ങളിൽ അടിസ്ഥാനമാക്കിയാണ് കേരളം നിലനിൽക്കുന്നത്. അത്തരം കേരളത്തിന്റെ നവോത്ഥാന അടിത്തറയെ തകിടം മറിക്കാനുള്ള ഒരു ശക്തിയും അല്ലെങ്കിൽ അതിനെ തകിടം മറിക്കാനായി ഒരു ശക്തിയും ശ്രമിക്കേണ്ട എന്ന് കൂടിയാണ് ഇപ്പോൾ പി പ്രസാദ് പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഗവർണർ കേരള ഗവർണറായി ചുമതലയേറ്റെടുത്ത അന്നു മുതൽ തന്നെ ഇത്തരത്തിൽ RSSന്റേതായിട്ടുള്ള നയങ്ങൾ അടിച്ചേൽപ്പിക്കാനായി അല്ലെങ്കിൽ അതിന്റെ ആശയ വിപുലീകരണത്തിനായി പലതരം ശ്രമങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിന് തുടക്കമായിരുന്നു ഭാരതാംബ ചിത്രം വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ. അതിലും മന്ത്രി പി പ്രസാദ് പങ്കെടുത്ത ചടങ്ങിൽ തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ തന്നെയാണ് ഈ ഇത്തരം ഒരു വിവാദത്തിന് അന്ന് തുടക്കം കുറിച്ചതിനു ശേഷം പല രീതിയിൽ ഇപ്പോൾ ഈ RSSന്റേതായിട്ടുള്ള അജണ്ടകൾ പല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതിന് ഗവർണർ പങ്കെടുക്കുന്ന ഓരോ പരിപാടിയും ഉപയോഗപ്പെടുത്തുക കൂടിയാണ് ഇപ്പോൾ ഗവർണർ ചെയ്യുന്നത്. അതിനെതിരെയാണ് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുന്നതും. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഈ ഒരു പരാമർശത്തിൽ ഇപ്പോൾ മന്ത്രി പി പ്രസാദ് ഇപ്പോൾ അതിനൊരു പ്രതികരണം നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരി, വ്യക്തമാണ്. മന്ത്രി പി പ്രസാദ് ഇപ്പോൾ ഗവർണറെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. നേരത്തെ RSSകാരനായിരുന്നു ഗവർണർ എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴും RSSകാരനായി ഗവർണർ പദവിയിലിരുന്ന RSSന്റെ പണി ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മന്ത്രി പി പ്രസാദിന്റെ വിമർശനം. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.